ഹായ് ഹലോ നമസ്കാരം. AK സ്റ്റോറീസ് അഥവാ അക്ഷയ് കുമാർ സ്റ്റോറീസ്. അതെ, ഇത് എൻ്റെ കഥയാണ്. എൻ്റെ കഥ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും വേണം. നമുക്ക് ആദ്യ കഥയിലേക്ക് പോവാം. എല്ലാ വെള്ളിയാഴ്ചകളും പോലെ കട്ട പണിയെടുത്ത് ലോഗ് ഓഫ് ആവാൻ അല്ലെങ്കിൽ വീക്കെൻഡ് ആവാൻ കാത്തിരിക്കുന്ന ഒരു സമയം. പെട്ടെന്നാണ് ഫോണിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ്. അക്ഷയ്, വെള്ളസദ്യ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ടീം നല്ലവരുണ്ട്. എങ്ങനെ പോയല്ലേ? അപ്പോ വള്ളത്തിൽ കയറാൻ പറ്റുമെന്ന് എന്റെ ചോദ്യത്തിന് അതും സെറ്റ് എന്ന ശില്പയുടെ മറുപടി കേട്ടതും വീക്കെൻഡ് ഫുള്ളോ. അപ്പൊ എങ്ങനെയാ വള്ളത്തിൽ കയറി വള്ളം തുഴഞ്ഞ് വള്ളസദ്യ കഴിച്ചതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. സുപ്രഭാതത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാ കടന്നു വരുന്നു സദ്യ കഴിക്കാൻ നമ്മുടെ കൂടെ വരുന്ന ആദ്യ സ്ഥാനാർത്ഥി, ഞങ്ങളുടെ സ്വന്തം ടീം ലീഡർ AK പൂച്ചേച്ചി. അങ്ങനെ പൂച്ചേച്ചിയെ കൊണ്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. 25 രൂപ ടിക്കറ്റ് കൊടുത്ത് മെമ്മോയിൽ കയറി സീറ്റ് പിടിച്ചത്. ട്രെയിൻ വിടാൻ 1 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ ഇതാ വരുന്നു കൂട്ടത്തിലെ മെന്റലിസ്റ്റ് AK വിഷ്ണു. ട്രെയിൻ തൃപ്പൂണിത്തുറ എത്തിയപ്പോഴേക്കും നമുക്ക് വേണ്ട എല്ലാവരും ഹാജർ. ഞങ്ങളുടെ കൂട്ടത്തിലെ പ്രമാണി കൊമ്പൻ AK ജോൽവിൻ, കൊമ്പന്റെ പ്രിയ പത്നി ശിവ, ഞങ്ങളുടെ സ്വന്തം വിദ്യ സഞ്ജു, ഈ യാത്രയുടെ അമരക്കാരി ശില്പ. സദ്യ എന്ന ഒറ്റ ലക്ഷ്യവുമായി ഇറങ്ങി തിരിച്ച ഞങ്ങളുടെ സ്വന്തം മൾട്ടി ടാലന്റഡ് റോവിൻ. സദ്യ കഴിക്കാനില്ലെങ്കിലും വീട്ടിലേക്കുള്ള യാത്ര ഞങ്ങളുടെ കൂടെ തെരഞ്ഞെടുത്ത ഞങ്ങളുടെ സ്വന്തം വിന്നികൾ AK വിനിചേച്ചി. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യ യാത്രയിൽ ഒപ്പമുള്ളവർ. കഥയൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് വന്നപ്പോഴേക്കും ട്രെയിൻ നേരെ ചെങ്ങന്നൂർ സ്റ്റേഷനിലേക്ക്. സ്റ്റേഷന് നേരെ പുറത്തേക്ക് ഇറങ്ങി ആറന്മുള ബസ് ലക്ഷ്യമാക്കി ശില്പയുടെ പുറകെ വെച്ചുപിടിച്ചു. ബസ് കയറി ടിക്കറ്റ് എടുത്ത് ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും രാവിലെ പതിവായി എണീച്ച് യാത്ര ചെയ്യുന്ന നമ്മുടെ മെന്റലിസ്റ്റ് നല്ല ഉറക്കം. അങ്ങനെ മെന്റലിസ്റ്റിന്റെ അരമണിക്കൂർ ഉറക്കം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് എത്തേണ്ട സ്റ്റോപ്പ് എത്തി. എല്ലാവരും അമ്പലം ലക്ഷ്യമാക്കി നടന്നപ്പോൾ ആ ഗ്യാപ്പിൽ ശിവനെ നിർബന്ധിച്ച് മുല്ലപ്പൂ വാങ്ങിക്കൊടുക്കുന്ന കൊമ്പന്റെ ഒരു റൊമാൻറ്റിക് സീൻ. അവിടെ നേരെ അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള ശില്പയുടെ വാൽക്കാനാടി കടയിലേക്കാണ് പോയത്. ഇതാണ് നമുക്ക് വള്ളസദ്യക്കും വള്ളത്തിൽ കയറാനും എല്ലാത്തിനും സൗകര്യം ഒരുക്കി തന്ന ശില്പയുടെ മാതാജി ശ്രീ സിന്ധു അമ്മ. അങ്ങനെ ആറന്മുള കണ്ണാടിയുടെ പ്രത്യേകതകളും വിശേഷങ്ങളും എല്ലാം കേട്ട് ദർശനത്തിന് നേരെ അമ്പലത്തിലേക്ക്. പ്രദക്ഷിണമൊക്കെ വെച്ച് വന്നപ്പോഴേക്കും പള്ളിയോടത്തേക്ക് കയറാനുള്ള സമയമായി. അങ്ങനെ ഷർട്ടൊക്കെ മാറി നീന്തലറിയാത്ത ഞാൻ നീന്തലറിയാവുന്ന സഞ്ജുവിനെയും കൂട്ടി ഫുൾ കോൺഫിഡൻസിൽ പള്ളിയോടത്തിന്റെ അരികിലേക്ക്. അവിടെ എത്തിയപ്പോൾ ആദ്യം കണ്ടത് പള്ളിയോടത്തെ അലങ്കരിക്കുന്ന കാഴ്ചയാണ്. പള്ളിയോടത്തിന് മുൻഭാഗം, അതായത് അണിയത്ത് പള്ളിയോടം എടുക്കുന്നതിന് തൊട്ടു മുമ്പ് മാത്രം സ്ഥാപിക്കുന്ന പിത്തള കൊണ്ടുള്ള കൂമ്പ്, പള്ളിയോടത്തിന്റെ പിൻഭാഗമായ അമരത്ത് സ്വർണം പൂശിയ കുമ്പളകൾ പിടിപ്പിച്ച അമരച്ചാർത്ത്. ഇതിൽ 9 കുമ്പളകൾ ഉണ്ടാവും. ഈ കുമ്പളകൾ നവഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. അങ്ങനെ വിശ്വാസവും വ്രതാനുഷ്ഠാനങ്ങളും കയ്യിൽ തുഴയും മുറുകെ പിടിച്ച് തലക്കെട്ടും മുണ്ടുകൊടുത്ത് നമ്മുടെ സ്ട്രോങ് തുഴക്കാർ ഓരോരുത്തരായി പള്ളിയോടത്തിലേക്ക് കയറി. വടശ്ശേരിക്കര മുതൽ ചിന്നത്തല വരെയുള്ള 52 കരകളിൽ നിന്നായി 52 പള്ളിയോടങ്ങൾ. അതിൽ തെക്കേമുറി കിഴക്ക് പള്ളിയോടത്തിലാണ് നമ്മൾ ഇന്ന് കയറുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കാൻ, ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കഴിവും കിട്ടത്തുള്ളൂ. എല്ലാവരും ഒരേപോലെ നിന്ന് തുഴയണം, ഒരേപോലെ വലിക്കുകയും വേണം. കുറച്ച് ഭാഗത്ത് തുഴ വീഴുന്നു, ബാക്കിയുള്ളിടത്ത് തുഴ വീഴാതിരിക്കരുത്. അങ്ങനെ നിർദ്ദേശങ്ങളെല്ലാം കേട്ട് ഒരേ മെയ്യും ഒരേ മനസ്സോടെ എല്ലാവരും ഫുൾ ഓൺ ഫുൾ പവർ.
അങ്ങനെ വഞ്ചിപ്പാടിന്റെ ഈണത്തിലും താളത്തിലും തുടങ്ങി ക്ഷേത്രക്കടവെത്തിയപ്പോൾ നമ്മളെ സ്വീകരിക്കാൻ വള്ളസദ്യ നേർന്ന ആളുകളുടെ ഒപ്പം ഒരു കൂട്ടം ദേശക്കാരും. പുഷ്പതാലങ്ങളും വാദ്യഘോഷാദികളും വഞ്ചിപ്പാട്ടിന്റെ ഈരടികളും ചേർത്ത് ഒരു 3 തവണ പാർത്ഥസാരഥിയെ വലമച്ച് വന്നപ്പോഴേക്കും മറ്റ് ദേശങ്ങളിൽ നിന്നുള്ള പള്ളിയോടങ്ങളും അവിടെ എത്തി. അങ്ങനെ വഞ്ചിപ്പാട്ടൊക്കെ പാടി ഭഗവാന് മുത്തുക്കുടയും പങ്കായും സമർപ്പിച്ച് വള്ളക്കാരുടെ ഒപ്പം നേരെ വള്ളസദ്യയുടെ ആദ്യ പന്തിയിലേക്ക്. ചേന ഉപ്പേരി, വറുത്തരച്ച എരിശ്ശേരി, കൈതച്ചക്ക, ഉപ്പിലിട്ട മാങ്ങ, ചുട്ട പപ്പടം, അവിൽ, ഉണ്ണിയപ്പം, ചീരത്തോരൻ, മടന്തയിലത്തോരൻ, തകരത്തോരൻ എന്നിങ്ങനെ നീണ്ട ലിസ്റ്റുള്ള സദ്യയിലേക്ക് നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മളും. ഈ നറുവെണ്ണ കെട്ടതിനു തന്നെ ഈ നറുവെണ്ണ ഇങ്ങു കൊണ്ടുവന്നെള്ളോളം കയ്യിൽ പുരട്ടിയെന്നാൽ എങ്ങനെ കൊതിമാറും? ഈ നറുവെണ്ണ ഇങ്ങു കൊണ്ടുവന്നൊരു കുടത്തിലാക്കി തന്നുവെന്നാൽ ആനന്ദമോടെ ഭുജിച്ചിടാം ഞങ്ങളിന്ന്. തിരുവാറമുളയപ്പന്റെ പ്രിയഭോജനമായ വഴുതനങ്ങ മെഴുക്കോറ്റി മുതൽ കരിമ്പ്, ശർക്കര, അമ്പലപ്പുഴ പാൽപ്പായസം ഉൾപ്പെടെ 4 കൂട്ടം പായസങ്ങളും 64 വിഭവങ്ങൾ കൂട്ടി സുഭിക്ഷമായ ഒരു സദ്യ. അതാണ് ആറന്മുള വള്ളസദ്യ. അങ്ങനെ പാട്ടുപാടി ഇഷ്ട വിഭവങ്ങളെല്ലാം ചോദിച്ച് വയറും മനസ്സും നിറച്ച് ഭഗവാനും വഴിപാടുകാർക്കും നന്ദി അർപ്പിച്ച് ഞങ്ങൾ തിരിച്ചു. അപ്പോ ഇതാണ് ആദ്യമായി വള്ളം തുഴഞ്ഞ് വള്ളസദ്യ കഴിച്ച എന്റെ കഥ. സിന്ധുവമ്മയുടെ യാത്രയും പറഞ്ഞ് അമ്പലത്തിന് മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് ഈ കഥയ്ക്ക് ഒരു ശുഭാവസാനം.